എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ കബഡി വെച്ച് നോക്കി പരിഹരിച്ചു തരുന്നതാണെങ്കിൽ അപ്പോൾ കാര്യത്തിൽ കിടക്കാം. അതായത് സുബ്രഹ്മണ്യ സ്വാമി കന്തസഷ്ടി കഴിഞ്ഞ് ഞാൻ കുറച്ച് എൻ്റെ ചാനലിൽ കന്തസഷ്ടിയെക്കുറിച്ച് ചെയ്യേണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കന്തസഷ്ടി കഴിഞ്ഞ് നമ്മുടെ ഭഗവാന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം തരും. അപ്പോൾ കന്തസഷ്ടി ദിവസം തന്നെ കഴിവതും ഭക്തജനങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അന്ന് പോകാത്ത ഭക്തജനങ്ങൾ പിറ്റേ ദിവസമാണെങ്കിലും ഭഗവാനെ പോയി കാണാൻ നോക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, 27 നക്ഷത്രക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ ജീവിതം ഇവിടെ എത്താറില്ല. അതായത് നമ്മളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 100 രൂപ കടം മേടിച്ചില്ലെങ്കിൽ അത് 500 ആകുന്ന, ആഴ്ച വീണ്ടും കടം പെരുകുന്നത്, നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പല പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സാമ്പത്തികപരമായ നഷ്ടങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സാമ്പത്തിക നഷ്ടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പല ക്ഷേത്രത്തിൽ പല വിധത്തിലുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊന്നും ഫലം കാണുന്നില്ല. ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റം ഉണ്ടാകും, വീണ്ടും കടബാധ്യതകൾ കൂടുന്നു അല്ലേ. അതായത് സാലറി കിട്ടുന്ന സമയത്ത് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് നാളത്തേക്ക് പൈസ മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പം 20,000 രൂപ സാലറി കിട്ടി, ആ 20,000 രൂപ 3 ദിവസം കൊണ്ട് എങ്ങോട്ട് പോകുന്നില്ല അറിയുന്നില്ലെന്ന് പറയുന്ന ഭക്തജനങ്ങളും ഉണ്ടാകും. അപ്പോൾ സാമ്പത്തിക ലാഭത്തിന് നമ്മൾ ഏത് വഴിപാടാണ് ചെയ്യേണ്ടത്, അത് നമുക്ക് നിത്യവും ചെയ്തു പോകാൻ നമുക്ക് 1-2 കാര്യങ്ങൾ നമുക്ക് അമ്പലത്തിലും ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലും ചെയ്യാം. അതായത് വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേഴ്സ്, നമ്മളെല്ലാവരും പേഴ്സും ATM കാർഡും ഒക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ക്ഷേത്രത്തിൽ കൊടുക്കുക. ക്ഷേത്രത്തിൽ ATM കാർഡും ഇതൊന്നും അല്ല കൊടുക്കാൻ പറഞ്ഞ്, 1 രൂപ നാണയം, ഈ 1 രൂപ നാണയം നമ്മളൊന്ന് പൂജിച്ച് തരാൻ പറയണം. അതായത് നമ്മുടെ അലമാരി വെക്കേണ്ടതാണ്. അത് ദേവീ ക്ഷേത്രത്തിൽ, ലക്ഷ്മി സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ കൊടുക്കാൻ നോക്കുക. അതായത് ദുർഗാദേവി, ഇത് അശ്വാരൂഢ മന്ത്രം ജപിച്ച് തരാൻ പറയണം ഈ 1 രൂപ. ഇല്ലെങ്കിൽ 1 രൂപയ്ക്ക് പകരം നമുക്ക് നെല്ലൊന്ന് പൂജിച്ച് തരാൻ പറഞ്ഞാൽ മതി. നെല്ലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ലക്ഷ്മി മന്ത്രം പൂജിച്ച് തന്ന നെല്ല് നമ്മുടെ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ വെക്കുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പേഴ്സിലാണെങ്കിൽ നമ്മൾ ചെറിയൊരു തുണിക്കകത്ത് ചെറിയ രീതിയിൽ കിഴി കെട്ടി നമ്മുടെ പേഴ്സിനകത്ത് വെക്കാം. ഇല്ലെങ്കിൽ അതോടെ തന്നെ ഒരു പിടി മതി. ഒരു പിടി ഇത് നമ്മൾ നമ്മുടെ അലമാരി വെക്കുകയാണെങ്കിൽ അവിടെ സാമ്പത്തിക ലാഭമുണ്ട്. അതായത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ഉള്ള സാമ്പത്തികം പോകാതെ, അതായത് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതായത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം 800 രൂപ കിട്ടുന്ന പണിയാണെങ്കിൽ ആ 800 രൂപയും നമുക്ക് കയ്യിലൊതുങ്ങും. അതായത് നമ്മുടെ വീട്ടിൽ അനാവശ്യപരമായ ചിലവുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അനാവശ്യപരമായ ചിലവുകളില്ലെങ്കിൽ നമുക്ക് ഈ പൈസകൾ കയ്യിലിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം ദേവീ ക്ഷേത്രത്തിൽ ഇച്ചിരി ഒരു പിടി നെല്ലോ 1 രൂപയോ ഒന്ന് പൂജിച്ച് നമ്മുടെ അലമാരിയിൽ കൊണ്ടുവെക്കുക. പിന്നെ നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മൾ രാവിലെ എല്ലാവരും പ്രാർത്ഥന നടത്തിയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ. വിളക്കുകൾ വെക്കുന്നവരും ചിലവർ അവരുടേതായിട്ടുള്ള വിശ്വാസ ഉപാസന മൂർത്തികളെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരവരുടെ രീതിയിലുള്ള ഉപാസനമൂർത്തിയെ നമ്മൾ സങ്കല്പിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. സാലറി കിട്ടുന്ന സമയത്ത് നമ്മുടെ ഉപാസനമൂർത്തി ഏതാണ്, ആ ഒരു ക്ഷേത്രത്തിൽ പോയി ആ ഉപാസനമൂർത്തിക്ക് നമ്മൾ എന്തെങ്കിലും നീതിയും കൊടുക്കുക. ഉദാഹരണത്തിന് സുബ്രഹ്മണ്യനാണെങ്കിൽ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം, ദേവിയാണെങ്കിൽ ദേവിക്ക് കടുംപായസം, ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ ഭഗവാൻ ഇഷ്ടമുള്ള പാൽപ്പായസം, ശിവഭഗവാന് നമുക്ക് ഇഷ്ടമുള്ള കരിക്ക് അഭിഷേകം നമുക്ക് നീതിയും കൊടുക്കാം, ഫലവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് അവരവരുടെ ഉപാസനമൂർത്തിക്ക് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത് പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വളരെ വലിയ ഒരു ഭഗവാന്റെ ഒരു അർച്ചനയുണ്ട്, സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന. ഈ മാലാമന്ത്ര അർച്ചന ചെയ്യുന്നതോടെ നമ്മുടെ കുടുംബത്തുണ്ടാകുന്ന ശത്രുദോഷങ്ങൾ, സാമ്പത്തികപരമായ എല്ലാ പ്രതിസന്ധികളും മാറി ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും, കടബാധ്യതകൾ ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ കഴിവതും കടബാധ്യതകൾ തീരാതെ നിൽക്കുന്ന ഭക്തജനങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി നിത്യവും തൊഴുക. ഭഗവാന് ആഴ്ചയിൽ മാലാമന്ത്ര അർച്ചന നടത്തുക. സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന തിരുമേനിയോട് പ്രത്യേകം പറയണം. അപ്പോൾ തിരുമേനിക്ക് കാര്യം പിടികിട്ടും. ചില ക്ഷേത്രങ്ങളെ ആ വഴിപാട് എഴുതി വെച്ചേക്കാത്തതുകൊണ്ട് രസീത് ചിലവരാക്കി കൊടുക്കത്തില്ല. അപ്പോൾ തിരുമേനിയെ കണ്ട് പറയണം, ഞങ്ങൾ നോക്കിച്ചപ്പോൾ സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന നടത്താൻ പറഞ്ഞ്. അപ്പോൾ ആ തിരുമേനിക്ക് കാര്യം പിടികിട്ടും. അങ്ങനെ സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന നടത്തി ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കും. കഴിവതും ഭക്തജനങ്ങൾ അത്
ഫോൺ വഴി അമ്പലത്തിൽ വിളിച്ച് പറഞ്ഞ് നടക്കുക, അതിൻ്റെ പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ കാശുകൾ നഷ്ടം ഉണ്ടാകത്തില്ല. ഉള്ള പൈസ പോകാതെ സാമ്പത്തിക ലാഭമായി കടബാധ്യതയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മേടിച്ച പൈസകൾ തിരിച്ചു കൊടുക്കാനുള്ള നമുക്ക് എന്താ പറയുക സാമ്പത്തികത്തിനുള്ള ഒരു വഴിയും തുറന്നു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടെ വെച്ച് നോക്കി പരിഹരിച്ച് തരുന്നത്.